സുലേഖ ശശികുമാറിലേക്ക് കൂടി പോവുകയാണ്. സുലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും അമ്മാവന്റെ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യൽ അത് പുരോഗമിക്കുകയാണോ? പ്രധാനമായും അറിയേണ്ടത് എന്തിനാണ് ഇത്തരത്തിലൊരു പിഞ്ചു കുഞ്ഞിനെ കൊന്നത് എന്നൊരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അത് മാത്രമല്ല, കുടുംബത്തിൽ നിന്നുള്ള സഹായം ഈ അമ്മാവന് ലഭിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ടാകുമല്ലേ സുലേഖ? സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം, അതും വെറും 2 വയസ്സ് മാത്രമുള്ളൊരു കുട്ടിയെ എങ്ങനെയാണ് കൊലപ്പെടുത്താനുള്ളൊരു മനസ്സ് വന്നതെന്നടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു ക്രൂരമായൊരു കൊലപാതകത്തിലേക്ക് എന്ത് കാര്യമാണ് നയിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യമാണ് നമുക്കിനി അറിയാനുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണും, DYSP മാധ്യമങ്ങളെ കാണും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അവസാനവട്ട ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഹരികുമാർ കുറ്റം സമ്മതിച്ചെങ്കിലും അത് ഒന്നുകൂടി ഉറപ്പുവരുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ സംഭവത്തിൽ ഹരികുമാറിന് ഈ കുട്ടിയുടെ അമ്മ ശ്രീതുവിന്റെ ഒരു സഹായം ലഭിച്ചു എന്നുള്ളൊരു കാര്യം പോലീസ് അറിയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പോലീസ് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ശ്രീതു, അതായത് കുട്ടിയുടെ അമ്മ, സഹോദരനെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മൊഴിയുടെ വൈരുദ്ധ്യങ്ങൾ വരുത്തിയത്? പിന്നീട് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയും, അതായത് ഈ 30 ലക്ഷത്തിൻ്റെ സാമ്പത്തിക ബാധ്യത, അതായത് 30 ലക്ഷം കാണാനില്ല എന്നുള്ളൊരു പരാതിയൊക്കെ തന്നെയും പോലീസിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഈ സഹോദരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നതിലടക്കമുള്ള ഒരു കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഈ അമ്മാവൻ എന്ന് പറയുന്ന ഹരികുമാറിൻ്റെ മുറിയിൽ പുലർച്ചെ ഒരു തീപിടുത്തമുണ്ടായിരുന്നു. അത് ഇതൊരു എന്താണ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കരുതി കൂട്ടിയുള്ള കൊലപാതകമാണെങ്കിൽ ഈ തീപിടുത്തവും ഒരു ആസൂത്രിതമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത്തരത്തിലും കാര്യങ്ങളിലൊക്കെ തന്നെയും പോലീസ് ഉടനടി തന്നെ വ്യക്തത വരുത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഈ ഹരികുമാർ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മാവൻ്റെ മുറിയിൽ തീപിടുത്തമുണ്ടാകുന്നത്. അതിനെ തുടർന്ന് പിന്നീട് റൂമിലെത്തി നോക്കുന്ന സമയത്താണ് കുട്ടിയെ കാണാതാകുന്നൊരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് നടത്തിയ തിരച്ചിലാണ് ഈ കുട്ടിയെ വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അത് പോലീസാണ് കുട്ടിയെ ഇത്തരത്തിൽ കിണറ്റിലുണ്ടെന്നുള്ള സംശയത്തിൽ പോലീസാണ് പരിശോധന നടത്തുകയും പിന്നീട് ഫയർഫോഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ പ്രതി കുറ്റം സമ്മതിക്കുന്നത്, ഹരികുമാർ കുറ്റം സമ്മതിക്കുമ്പോൾ ഏതു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് ഹരികുമാറിനെ നയിച്ചത് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതാണ് ഇനി അറിയാനുള്ളത്. അല്പസമയത്തിനകം തന്നെ DYSP മാധ്യമങ്ങളെ കാണും എന്നുള്ളൊരു കാര്യമാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് നാടിനെ ആകെ ഞെട്ടിച്ചൊരു സംഭവമാണ്. ഇത്തരത്തിൽ 2 വയസ്സ് മാത്രമുള്ളൊരു കുട്ടിയെ കൊലപ്പെടുന്ന ഒരു സാഹചര്യം, അത് എന്തിൻ്റെ പേരിലായാൽ തന്നെയും അത് ഒരു അത്ര നല്ല കാര്യമല്ല എന്നത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് കുട്ടിയെ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കുട്ടിയുടെ അമ്മ തന്നെയാണ് കുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു പരാതി നാട്ടുകാരോടും അതിനൊപ്പം തന്നെ പോലീസിനെയും അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിട്ടുള്ളൊരു കൊലപാതകമാണെങ്കിൽ ഇത് രക്ഷപ്പെട്ടതുപോലെ തന്നെ തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കൊല നടത്തിയത് കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഹരികുമാറിന് കുട്ടിയുടെ അമ്മ ശ്രീതുവിന്റെ സഹായം കിട്ടിയതായും പോലീസ് പറയുന്നുണ്ട്. പ്രതി ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയതിനുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. വിജിനും സുലേഖയുമാണ് വിശദാംശങ്ങൾ നൽകിയത്.